بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين ونواقضه എന്നാണ് ഇന്ന് തുടങ്ങുക. വുദു മുറിയുന്ന കാര്യങ്ങൾ. ഐ അസ്ബാബു നവാഖിലുൽ വുദുഇ, വുദു മുറിയുന്ന അല്ലെങ്കിൽ വുദുഇനെ മുറിക്കുന്ന കാര്യങ്ങൾ. എന്ത് കാരണം കൊണ്ടാണ് വുദു മുറിയുന്നത്? വുദു എടുക്കൽ എങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഒക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരാൾ വുദു നിശ്ചിത ഷർത്തും ഫർളും സുന്നത്തും ഒക്കെ പാലിച്ചുകൊണ്ട് വുദു ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ വുദു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മുറിയുന്നത് എന്തൊക്കെ കാരണം കൊണ്ടാണ്? വുദു എന്ന് പറയുന്ന തഹാറത്ത് അത് നഷ്ടപ്പെടുന്നതിനാണ് മുറിയാന്നല്ല. അല്ലാതെ മുറിയാൻ പറ്റുന്ന വല്ല കമ്പും മരവും ഒന്നും ഇവിടെ ഇല്ലല്ലോ. അഥവാ വുദു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന തഹാറത്ത് വിശുദ്ധി, ആ വിശുദ്ധി നഷ്ടപ്പെടുക, നഖ്ല്, അതാ അതിന്റെ ഉദ്ദേശം. അങ്ങനെ വുദു മുറിയുന്ന കാര്യങ്ങൾ അർബഅത്തുൻ, 4 എണ്ണമാവുന്നു. 4 കാര്യങ്ങളെ കൊണ്ടാണ് വുദു മുറിയുന്നത്. തന്നെയല്ല, ഈ വുദു മുറിയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തഅബ്ബുദിയാണ്. അതിന്റെ ഹിക്മത്ത് നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ തഅബ്ബുദിയായ കാര്യത്തിന്മേൽ മറ്റൊന്നിനെ ഖിയാസാക്കാൻ പറ്റൂല. അപ്പൊ ഈ 4 കാര്യങ്ങളെ കൊണ്ട് വുദു മുറിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ വുദു മുറിഞ്ഞതായി കണക്കാക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ 4 കാര്യങ്ങളെ കൊണ്ട് വുദു മുറിയുന്നത് എന്നതിന്റെ ശരിയായ യുക്തി മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ തത്തുല്യമായ മറ്റു കാര്യങ്ങളെ കൊണ്ട് വുദു മുറിയും എന്ന് ഖിയാസാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഏതായാലും അഹദുഹ, ഈ വുദു മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാമത്തേത് തയഖുനു ഖുറൂജ് ശൈഇൻ, എന്തൊരു വസ്തുവെങ്കിലും പുറപ്പെട്ടു എന്ന് ഉറപ്പാവൽ, യഖീനാവുക. തോന്നിയാ പോരാ, മനസ്സിലായില്ലേ? ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാവുക. അപ്പോ ചിലപ്പോ കീവായി പോയെന്നോ അതല്ലെങ്കിൽ മൂത്രം കിരിഞ്ഞെന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെട്ടു എന്ന് തോന്നി, ശക്കുണ്ടായി, അതുകൊണ്ടൊന്നും വുദു മുറിയില്ല. യഖീനാവണം, അതാ തയഖീന് അറിയാം. അപ്പൊ എന്ത് വസ്തു പുറപ്പെട്ടാലും വുദു മുറിയും എന്നാണ് ഖുറൂജ് ശൈഇൻ എന്ന് പറഞ്ഞത് കൊണ്ട് കിട്ടുക. ഇനി എന്ന് ഒറ്റ ഒരു കാര്യം ഒഴിവാക്കുന്നു. എങ്ങനത്തെ ശൈഇ? ഗൈരി മനീഹി, തന്റെ സ്വന്തം മനീഹി അല്ലാത്ത മറ്റ് എന്ത് വസ്തു പുറപ്പെട്ടാലും വുദു മുറിയും. അപ്പൊ എന്താ സ്വന്തം മനീഹി പുറപ്പെട്ട എന്താ വുദു മുറിയാത്ത്? ജനാബത്തുണ്ടാണ്ട് നല്ല വലിയതാവും. 2 അശുദ്ധിയാണല്ലോ, ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും. അപ്പൊ പിന്നെ വലിയത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയത് പിന്നെ അവിടെ പ്രസക്തമല്ല. അപ്പൊ മറ്റു കാരണങ്ങളെ കൊണ്ട് വുദു മുറിയുന്നില്ലെങ്കിൽ കേവലം മനീ പുറപ്പെടുക എന്ന കാര്യം കൊണ്ട് മാത്രം വുദു മുറിയല്ല ചെയ്യുക, മറിച്ച് ജനാബത്തുണ്ടാകുകയാണ് ചെയ്യുക. അപ്പൊ അതല്ലാത്ത, അപ്പൊ സ്വന്തം മനീയല്ലാത്തതാണെങ്കിലോ, സ്വന്തം മനീയല്ലാത്തതാണെങ്കിൽ അതുകൊണ്ട് പുറപ്പെട്ടാൽ വുദു മുറിയും ചെയ്യും. ഉദാഹരണം, ഒരു പ്രായപൂർത്തിയെത്താത്ത ഒരു പെൺകുട്ടിയുമായി ഒരു പുരുഷൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ. പ്രായപൂർത്തിയെത്താത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ആ പെൺകുട്ടിക്ക് സ്ഖലനമുണ്ടാവില്ല. അങ്ങനെ അവള് കുളിച്ചു, വുദു ചെയ്തു എന്നിരിക്കട്ടെ. അതിനുശേഷം ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷന്റെ മനീയ് അവളിൽ നിന്നും പുറപ്പെടുന്നു. എന്നാൽ അതുകൊണ്ട് ജനാബത്തുണ്ടാവില്ല. അതുകൊണ്ട് എന്തേ ഉണ്ടാവുള്ളൂ? വുദു മുറിയുള്ളൂ. കാരണം എന്താ? സ്വന്തം മനീയല്ല, അത് സ്വന്തം മനീയില്ലാത്ത അവസ്ഥയാണ്. മറ്റൊരുത്തന്റെ മനീയാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് വുദു മുറിയുള്ളൂ. എന്ത് ഉണ്ടാവില്ല? ജനാബത്തുണ്ടാവില്ല. അതേ സമയത്ത് സാധാരണഗതിയിലാണെങ്കിലോ സ്ത്രീയുടെയും പുരുഷന്റെയും മനീ കലർന്നതായിരിക്കും.
വരുമ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ കുളിച്ചു ഉദോക്കെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോ കാണാ അല്പം മനിയ് പുറത്തു വരുന്നു. എന്നാൽ അവിടെ ഒന്ന് മുറിയും എന്ന് മാത്രമല്ല, അവിടെ രണ്ടാമത് അതിന്റെ കുളിന്റെ ബാബിൽ വിശദീകരിക്കേണ്ട വകാണ്. ചുരുക്കത്തിൽ തന്റെ മനിയ് തീരെ കലരാതെ മറ്റൊരാളുടെ മനിയാണ് പുറപ്പെട്ടത് എങ്കിൽ അത് ഈ പറഞ്ഞേക്ക് ഒരുപക്ഷെ ശീഘ്രസ്ഖലനമുണ്ടായ പുരുഷൻ, സ്ത്രീയുടെ ലൈംഗിക ഉത്തേജനം തുടങ്ങിയിട്ടുന്നേ ഉള്ളൂ, സ്ഖലനത്തിനൊന്നും ആയിട്ടില്ല, അപ്പോൾ ഇയാളുടെ സ്ഖലനം സംഭവിച്ചു പോയി. പലപ്പോഴും ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന രോഗമുള്ള ആളുകൾക്ക് സംഭവിക്കാവുന്നതാണ്. അത് ഉറപ്പെട്ടാൽ ഉദു മുറിയും. കാരണം അത് അവളിൽ നിന്നിട്ട് അവന്റെ മനിയെ ഉറപ്പെട്ടാൽ സ്വന്തം മനിയല്ലല്ലോ, അതുകൊണ്ട് ഉദു. അപ്പൊ സ്വന്തം മനിയെ അല്ലാത്ത എന്ത് വസ്തു പുറപ്പെട്ടാലും ആ പുറപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദു മുറിയും. എവിടെ നിന്ന് പറയുന്നുണ്ട്? ഈ പുറപ്പെട്ട വസ്തു എന്നത് ഐനങ്കാന, അത് തടിയുള്ള വസ്തു, മലം, മൂത്രം, രക്തം, കല്ല് പോലെയുള്ള തടിയുള്ള വസ്തുവാണ് പുറപ്പെട്ടത്, എന്നാലും ഉദു മുറിയും. ഔരീഹൻ, അതല്ല വായു മാത്രമാണ് പുറപ്പെട്ടത്, എന്നാലും ഉദു മുറിയും. എവിടെ നിന്ന് പറയും? മുൻദ്വാരത്തുനിന്നോ പിൻദ്വാരത്തുനിന്നോ? വായു ഉൾപ്പെടെ എന്ത് പുറപ്പെട്ടാലും ഉദു മുറിയും. ഇവിടെ ഇനി സംശയം വന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കീവായു പുറപ്പെട്ടു എന്നത് മുൻദ്വാരത്തിലൂടെ ആയാലും പിൻദ്വാരത്തിലൂടെ ആയാലും കീവായു പുറപ്പെട്ടു എന്നുറപ്പായാൽ അവിടെ വാസന ഉണ്ടാകേണ്ട ആവശ്യമില്ല, ശബ്ദം കേൾക്കേണ്ട ആവശ്യവും ഇല്ല. മറിച്ച് ഒരു ഹദീസിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പക്ഷേ ആ ഹദീസിന്റെ പാശ്ചാത്തലവും അതിന്റെ ആദ്യ ഭാഗവും പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞതുപോലെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരു മഹാന് ഇടയ്ക്ക് ഒരു സംശയം തോന്നും. ഉദുവൊക്കെ ശരിക്കും എടുത്ത് പള്ളിയിൽ വന്ന് ഇടയ്ക്ക് കീവായു പോയോ എന്നൊരു തോന്നൽ, കേവലം ഒരു തോന്നലാണ്. അപ്പൊ ഈ വായു സംബന്ധമായ ചില തകരാറുള്ളവർക്ക് വയറ്റിൽ ഇങ്ങനെ അസ്വസ്ഥതയും പൊറുതികളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് കീവായു പോയോ എന്ന് കേവലം ഒരു തോന്നൽ. ഈ സാഹചര്യത്തിൽ ഉദു എടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്ക് സൗകര്യമില്ലല്ലോ, വെള്ളത്തിലാണെങ്കിൽ വളരെ പ്രയാസമാണ്, സൗകര്യം കുറവാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിക്കുകയാണ്, എനിക്കിങ്ങനെ ഉദു എടുത്ത് പള്ളിയിൽ വന്ന അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കീവായു പോയോ എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംശയ രോഗം ബാധിച്ച ഈ സഹോദരനോട് പറയുകയാണ്, അത് വേണ്ട, കീവായു പോയിന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉദു ചെയ്താൽ മതി. കീവായു പോയോ എന്ന് സംശയം തോന്നിയതിന്റെ പേരിൽ ഉദു പുതുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞതാ. ഉദു കീവായു പോയിന്ന് ഉറപ്പാകുക ഉദാഹരണം പറഞ്ഞാൽ, ഒരു കീവായു പോയ വാസന ഉണ്ട്, വാസന ഉണ്ടായപ്പോ ഉറപ്പായല്ലോ, അതിലേക്ക് ശബ്ദം കേട്ടു എന്നപ്പോ ഉറപ്പായല്ലോ എന്നതുപോലെ കീവായു പോയി എന്ന് ശബ്ദം കൊണ്ടോ വാസന കൊണ്ടോ മറ്റ് കാരണങ്ങളെ കൊണ്ടോ ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ ഇത്തരം സംശയകരമായ സാഹചര്യത്തിൽ വുദൂ പുതുക്കേണ്ടതുള്ളൂ. അല്ലാതെ കേവലം കീവായു പോയോ എന്ന് തോന്നൽ വന്നതുകൊണ്ട് പുതുക്കേണ്ടതില്ല, വുദൂ മാറ്റി എടുക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സംശയം ബാധിച്ച വ്യക്തിക്ക് പരിഹാരാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണത്. അത് പൊതു നിയമമല്ല. അഥവാ എപ്പോൾ എവിടെ കീവായു പോയാലും ഒച്ച കേൾക്കണം എന്നോ വാസന ഉണ്ടാകണമെന്നോ, ഒച്ചയില്ല വാസനയില്ലാതെ കീവായു പോയാൽ വുദൂ മുറിയില്ല എന്നോ അല്ല പറഞ്ഞത്. മറിച്ച് ഇങ്ങനെ സംശയം തോന്നിയ സാഹചര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ വുദൂ എടുത്താൽ മതി. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ നമ്മൾ അതൊക്കെ പഠിച്ചിക്കൊണ്ടാ പറഞ്ഞ യഖീനാകുക, പുറപ്പെട്ടു എന്ന് ഉറപ്പ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറപ്പ് തോന്നിയത്? എന്തുകൊണ്ട് ഉറപ്പ് തോന്നിയാലും ആ ഉറപ്പനുസരിച്ച് വുദൂ പുതുക്കണം എന്ന്.
അതുപോലെ തന്നെ ഈ പുറപ്പെട്ട വസ്തു റത്ബൻ, അത് നനവുള്ള മൂത്രം, അതുപോലെ തന്നെ രക്തം പോലെയുള്ളത്, സാധാരണ പുറപ്പെടുന്ന മലം പോലത്തതൊക്കെ നനവിന്റെ പശർമയുടെ അംശം ഉണ്ടാവുമല്ലോ, അങ്ങനെ പുറപ്പെട്ടാലും വേണ്ടിയില്ല. ഔ ജാഫൻ, അല്ലെങ്കിൽ നല്ല ഉണങ്ങിയതാണ് പുറപ്പെട്ട്. ഉദാഹരണം, ഒരു കല്ല്, തീരെ നനവില്ലാതെ ഒരു കല്ല് മൂത്രം ഒഴിക്കുന്നതിന് പകരം മുൻദ്വാരത്തിൽ നിന്നിട്ട് ഒരു ചെറിയ കല്ല് ഇങ്ങോട്ട് പുറത്തു പോകുന്നു. അതല്ലെങ്കിൽ പിൻദ്വാരത്തിൽ നിന്ന് ഒരു കല്ലോ അതുപോലെ തീരെ നനവില്ലാത്ത ഒരു വസ്തു പുറത്തു പോകുന്നു, എന്നാലും വുദൂ മുറിയും. അപ്പൊ എന്തായി? അങ്ങനെ പറയാൻ കാരണം ചില ഇമാമിയങ്ങൾ തീരെ നനവിന്റെ പശർമയുടെ അംശമില്ലാതെയാണ് വസ്തു പുറത്തു പോകുന്നതെങ്കിൽ അതുകൊണ്ട് വുദൂ മുറിയില്ല എന്ന് പറഞ്ഞ അഭിപ്രായക്കാരുണ്ടാവും. അതിന് റദ്ദ് ചെയ്യലും കൂടി ഉദ്ദേശം. അപ്പൊ നനവുള്ളതാവട്ടെ നനവില്ലാതെ നല്ല ഉണങ്ങിയതാവട്ടെ പുറപ്പെട്ടു ഉറപ്പുണ്ടോ, എന്നാൽ അതുകൊണ്ട് വുദൂ മുറിയും. അതുപോലെ തന്നെ മുഅ്താദൻ, സാധാരണമായി പുറപ്പെടുന്ന ഓലിബിൽ പുറപ്പെടുന്ന മലം മൂത്രം പോലത്തെ ആണല്ലോ സാധാരണഗതിയിൽ പുറപ്പെടുക. അങ്ങനെ സാധാരണ പുറപ്പെടുന്നതായാലും മഴക്ക മൗലിൻ, മുൻദ്വാരത്തിൽ നിന്നിട്ട് സാധാരണ പുറപ്പെടുന്നത് മൂത്രമാണ്, പിൻദ്വാരത്തിൽ നിന്ന് സാധാരണ പുറപ്പെടുന്നത് മലമാണ്. ഇങ്ങനെ ഔനാദിറൻ, അല്ലെങ്കിൽ അപൂർവമായി എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ പുറപ്പെടുന്നതായാലും അങ്ങനെ തന്നെ നിയമം. ഇതുപോലെ ചർക്കദമി ബാസൂരി, മൂലക്കുരുവിന്റെ രക്തം പോലെ. അതിപ്പോ എല്ലാവർക്കും എപ്പോഴും ഉള്ളതല്ലല്ലോ. ചില രോഗം ബാധിച്ച ആളുകൾക്ക് ചിലപ്പോഴുണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ പിൻദ്വാരത്തിന്റെ അകത്ത്, പുറത്തല്ല, അകത്ത് കുരുണ്ട്. ആ കുരുവിൽ നിന്നും രക്തം ഒഴിച്ച് പിൻദ്വാരത്തിലൂടെ പുറത്തു വരുന്നു. അതിപ്പോ സാധാരണ ഉള്ളതല്ല. അപൂർവം ചില വ്യക്തികൾക്ക് രോഗം എന്നതൊക്കെ, അങ്ങനെയുള്ള രോഗമുള്ള അല്ലാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉള്ളവർക്ക് അല്ലാഹു എളുപ്പത്തിൽ പൂർണ്ണമായ ശിഫയും നൽകുമാറാകട്ടെ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യാൻ. ഔവൈരിഹി, അതല്ലെങ്കിൽ ബാസൂർ അല്ല, മൂലക്കുരു അല്ലാത്ത മറ്റു നിലക്കുള്ള രക്തം. ഇങ്ങനെ രക്തമോ അതുപോലെ സാധാരണ എപ്പോഴും പുറപ്പെടാത്തതോ ആയ വസ്തു ആവട്ടെ, അല്ല സാധാരണമായി പുറപ്പെടുന്ന മലം മൂത്രം പോലത്തതാവട്ടെ, ഒരു തടിയുള്ളതോ വായുവായതോ ഏതോ പിൻദ്വാരത്തിനോ മുൻദ്വാരത്തിനോ പുറപ്പെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് പറയും, അതിന്റെ അവർക്കാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പുറപ്പെട്ട വസ്തു ഇംഫസല, അത് ഈ ദ്വാരത്തിൽ നിന്ന് മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ പിരിഞ്ഞു പോരട്ടെ, ഔല, പിരിയാതെ പുറപ്പെടട്ടെ. അതെങ്ങനെ? പിരിഞ്ഞാൽ സാധനം മൂത്രം ഒഴിച്ചാൽ പുറത്തു ചാടി പോരലാണല്ലോ. മലവിസർജനം ചെയ്താൽ മരം കൊണ്ട് പുറത്തു പോരലാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ പുറത്തു പോരല്ല. ഇനി പുറത്തു നിന്ന് പക്ഷെ പിരിഞ്ഞിട്ടില്ല എന്നതുപോലെയൊക്കെ ദൂതത്തിൽ ഒരു പുഴു പോലെ, കൃമിശല്യമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതകളാണ്. പുഴു എന്ത് ചെയ്ത്? അഹ്റജത്ത് സഹ, അതിന്റെ തല പുറപ്പെടിച്ചു. പിൻദ്വാരത്തിലൂടെ പുറത്ത് കാണാൻ നിലക്ക് പുറത്തു വന്നു. സുമ്മറജാത്ത്, പിന്നെ അത് അങ്ങോട്ട് അകത്തേക്ക് തന്നെ തിരിച്ചുപോയി, പുറത്തേക്ക് ചാടിപ്പോന്നില്ല എന്നർത്ഥം. എന്നാലും എന്തായി? തടിയുള്ളൊരു വസ്തു പുറപ്പെടുക എന്ന് പറയുന്നത് പെട്ട് പുറത്ത് വെളിയിൽ കാണുന്ന നിലക്ക് അതിന്റെ തല പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ പുറത്തേക്ക് മുഴുവനായി പോരട്ടെ, ഇല്ലാതെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോട്ടെ, രണ്ടായാലും വുദൂ മുറിയും. എവിടെ നിന്ന് പുറപ്പെടുക? തടിയുള്ളൊരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാകുക, ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാകുക. എവിടുന്ന്? മിൻ അഹദി സബീലയിൽ മുതവല്ലി, വുദൂ മുറിയാൻ ആദ്യം വുദൂവാണല്ലോ, അതാണ് മുതവല്ലി എന്ന് പറഞ്ഞത്. വുദൂ ചെയ്ത ഒരു വ്യക്തിയുടെ രണ്ടാലൊരു വഴിയിൽ നിന്ന്. സബീലൈനി എന്ന് പറഞ്ഞതിന് നൂന് കളഞ്ഞിട്ട് ഇവാഫത്ത് ചെയ്ത സബീലയിൽ മുതവല്ലി, വുദൂ ചെയ്ത അഥവാ വുദൂ ഉള്ളവനായ ഒരു വ്യക്തിയുടെ രണ്ടാലൊരു വഴിയിൽ നിന്ന്. എങ്ങനത്തെ വ്യക്തി? അൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരാള് മരണപ്പെട്ടു, ഈ മരിച്ച മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വുദൂ ചെയ്യിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ മയ്യത്തിന് വുദൂ ഒക്കെ ചെയ്യിപ്പിച്ചു, കുളിക്കുകയും ചെയ്തു. അതിന്റെ ശേഷം ഈ മയ്യത്ത് എടുത്തു കൊണ്ടുവന്ന് വെച്ചപ്പോ മയ്യത്തിന്റെ പിൻദ്വാരത്തിൽ നിന്നിട്ട് അല്പം മലം പുറപ്പെട്ടു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മുൻദ്വാരത്തിൽ നിന്നിട്ട് മൂത്രം പുറപ്പെട്ടു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ രക്തമോ അതുപോലത്തെ എന്തെങ്കിലും ഒന്ന് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെ പുറപ്പെട്ടു എന്നിരിക്കട്ടെ. എന്നാൽ അതുകൊണ്ട് ഇനി രണ്ടാമത് മയ്യത്തിന് വുദു പുതുക്കേണ്ടതില്ല. അതല്ലെങ്കിൽ മയ്യ് പുറപ്പെട്ടു എന്നിരിക്കട്ടെ, എന്നാൽ മയ്യത്തിനെ രണ്ടാമത് കുളിപ്പിക്കേണ്ടതില്ല. കാരണം ആ മരിച്ചതോടുകൂടി ഈ വ്യക്തിയോട് തക്ലീഫ് അഥവാ മതത്തിന്റെ കൽപ്പനകൾ തീർന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുള്ള ഒരു വ്യക്തിക്ക് ബാധകമാവുന്നുള്ളൂ. പിന്നെ നമ്മളോടാണ് മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കണമെന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ് കൽപ്പന. അതവര് ചെയ്തല്ലോ. അപ്പൊ രണ്ടാമത് പുറപ്പെട്ടത് കൊണ്ട് വുദു മുറിയില്ല മയ്യത്തിന്. ജനാബത്ത് അതുപോലെ തന്നെ മരിയ പുറപ്പെട്ടത് കൊണ്ടോ ഇനി ഏതെങ്കിലും മാനസിക രോഗികളായ ആളുകൾ മരിച്ച മയ്യത്തിനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് മയ്യത്തുമായിട്ട് കുളിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ രണ്ടാമത് കുളിപ്പിക്കുകയോ വേണ്ടതില്ല. അതുകൊണ്ടാണ് ജീവനുള്ള ആളുടെ രണ്ടാലൊരു വഴിയിൽ നിന്ന്, ഈ രണ്ടാലൊരു വഴി എന്ന് പറഞ്ഞത് ദുബുറങ്കാന ഔകുബുര, അതാ പിന്ദ്വാരമാവട്ടെ മുൻദ്വാരമാവട്ടെ, ഈ രണ്ടാലൊരു വഴി മനുഷ്യന്റെ പിന്ദ്വാരത്തിലൂടെയോ മുൻദ്വാരത്തിലൂടെയോ ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാവുക. ഈ വസ്തു എന്ന് പറഞ്ഞത് വലൗകാനൽ ഹാരിജു, ഈ പുറത്തോട്ട് വന്ന വസ്തു ആയിരുന്നാലും ശരിയാണ്, ബാസൂറൻ മൂലക്കുരു ആയിരുന്നാലും ശരി. അതോട് ചായ മുറിഞ്ഞു വീണ് പോരാന്നല്ല. പിന്നെ എങ്ങനത്തെ ബാസൂറ്? രണ്ട് തരണ്ട്. ബാസൂറ് ഒന്ന് മലദ്വാരത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്, മറ്റൊന്ന് അതിന്റെ പുറത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഏത് മുലക്കുരാണ് ഉദ്ദേശിക്കുന്നത്? നാബിത്തൻ ദാഹില ദുബുരി, പിന്ദ്വാരത്തിനകത്ത് മുളച്ചു വന്ന ഉണ്ടായ ഒരു മൂലക്കുരു പുറത്തു വരുന്നു. അപ്പോ പിന്ദ്വാരത്തിലൂടെ ഒരു വസ്തു പുറപ്പെടുക എന്ന് പറയുന്നതിൽ അതും പെടും. അതിനാദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, എന്ത് പുറത്തേക്ക് ഇങ്ങോട്ട് തന്നെ ചാടിപ്പോന്നാലും വുദു മുറിയും, ഇല്ലാതെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയാലും വുദു മുറിയും എന്ന് പറയും. ഇതായിപ്പെട്ടതാണ്. ഇവൻ എന്തോ ആവശ്യത്തിന് ഇരുന്നപ്പോ ഇവന്റെ പിന്ദ്വാരത്തിനകത്തുള്ള മൂലക്കുരു പുറത്തു ചാടിപ്പോയി. അങ്ങനെ പുറത്തു ചാടിയാൽ വുദു മുറിയുന്നു. അതപ്പോ പറഞ്ഞേ, പുറപ്പെട്ടത് പിന്ദ്വാരത്തിനകത്ത് മുളച്ച മൂലക്കുരുവാണ് പുറപ്പെട്ടത്. അങ്ങനെ ഫഹറജ വുദു എടുത്തതിന് ശേഷം അത് പുറത്തു വന്നു. ഔസാദ ഖുറൂജുഹു, അതല്ലെങ്കിൽ നേരത്തെ വുദു എടുത്തപ്പോൾ തന്നെ അല്പം പുറത്തുണ്ട്, പിന്നീട് അത് കൂടുതലായി, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പുറപ്പെട്ടു, എന്നാലും എന്താവും? വുദു മുറിയൂ. ഇങ്ങനെയാണ്. പക്ഷെ അത് മറ്റൊരു നിവൃത്തിയില്ലാത്ത എപ്പോഴും അങ്ങനെ വരുന്നൊരവസ്ഥയാണെങ്കിൽ പിന്നെ അവിടെ നിത്യശുദ്ധിയുടെ അവസ്ഥയിലേക്കൊക്കെ വന്നിട്ട് ആ നിലക്ക് വരും. എന്നാൽ ഉള്ളിലുള്ള മൂലക്കുരു പുറത്തു വരികയോ നേരത്തെ തന്നെ അല്പം പുറത്തു വന്നത് ബാക്കി കൂടുതലായി പുറപ്പെടുകയോ ചെയ്താൽ വുദു മുറിയുമെന്നാണല്ലോ പറഞ്ഞത് അവിടെ ലാക്കിൻ. പക്ഷെ അഫ്തൽ അല്ലാമത്തുൽ കമാലുർ റദ്ദാദ്, മഹാനായ അല്ലാമ അൽ കമാലുർ റദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിട്ടുണ്ട്, വുദു മുറിയില്ല. എന്തുകൊണ്ട് വുദു മുറിയില്ലാന്ന്? ബിഖുറൂജിൽ ബാസൂരി നഫ്സി, ബാസൂർ തന്നെ താൻ പുറപ്പെട്ടു. അതായത് ഈ മൂലക്കുരു പിന്ദ്വാരത്തിനകത്ത് ഉള്ളത് തന്നെയാണെങ്കിൽ പോലും വുദു എടുത്തതിന് ശേഷം ഈ മൂലക്കുരു പുറപ്പെടുകയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ അല്പഭാഗം പുറത്തു വന്നത് കൂടുതലായി പുറപ്പെടുകയോ ചെയ്താൽ വുദു മുറിയുന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇതുകൊണ്ട് വുദു മുറിയില്ല എന്നാണ് ഇമാം കമാലുർ റദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ ചെയ്തിരിക്കുന്നത്. പിന്നെ മുറിയൽ എങ്ങനെ? ബൽ ബിൽ ഖാരിജി മിൻഹു, ഈ മൂലക്കുരുവിൽ നിന്നും വല്ല വസ്തുവും പുറത്തു വന്നെങ്കിലേ വുദു മുറിയുള്ളൂ. ഏതുപോലെ കദ്ദമി, രക്തം അല്ലെങ്കിൽ പഴുപ്പ്, ചലം പോലത്തത് അതിൽ നിന്ന് വന്നാൽ വുദു മുറിയും. അല്ലാതെ ഈ കുരു മാത്രം പുറത്തു വന്നാൽ അതുകൊണ്ട് വുദു മുറിയില്ല എന്ന് ബഹുമാനപ്പെട്ട കമാലുർ റദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിട്ടുണ്ട്. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഒരു രോഗാണല്ലോ. ഈ മൂലക്കുരുവിന്റെ രോഗം എന്ന് പറയുന്നത് ഒരു വലിയ രോഗാണ്.
ആ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ചില ആളുകൾക്ക് അത് കൂടെ കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ അപ്പോഴൊക്കെ രണ്ടാമത് പോയി വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി പലപ്പോഴും വലിയ വിഷമം നേരിടും. ആ സമയത്ത് വേണമെങ്കിൽ ഇങ്ങനൊരു ഫത്വ ഉണ്ട്, മദ്ഹബിൽ അത് മുഅ്തമദല്ലെങ്കിൽ പോലും ആ ഫത്വ അനുസരിച്ച് സ്വന്തത്തിന് വേണമെങ്കിൽ അമൽ ചെയ്യാം. അതിനുവേണ്ടി ഉണർത്തിയതാ. ഇനി മറ്റൊന്നുണ്ട്, വഅൻ മാലിക് റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഗുരുനാഥനും കൂടിയായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിവായത്ത് വന്നിട്ടുണ്ട്. എന്താണത്? ലാ യന്തഖിദുൽ വുളൂ മുറിയില്ല ബിന്നാദിരി, അസാധാരണമായി എപ്പോഴെങ്കിലും വളരെ അപൂർവമായി അസാധാരണമായി പുറപ്പെടുന്ന ഒരു വസ്തു. ഉദാഹരണം, ഒരാളുടെ മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ ഒരു പുഴു പുറപ്പെട്ടു, അതല്ലെങ്കിൽ ഒരു കല്ല് പുറപ്പെട്ടു പോലെയുള്ള അസാധാരണമായി പുറപ്പെട്ട, അതിൽപ്പെട്ടത് തന്നെയാണ് മുൻദ്വാരത്തിൽ നിന്നിട്ട് കീവായു പുറപ്പെടുക. ഇങ്ങനെ സാധാരണമല്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന വല്ല വസ്തുവും പുറപ്പെട്ടാൽ അതുകൊണ്ട് വുളു മുറിയില്ല എന്നൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കുണ്ട്. അത് നമ്മളെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് പറയല്ല, ചിലപ്പോൾ ചില അപൂർവ സന്ദർഭങ്ങളിൽ പ്രയാസം കൊണ്ട് വിഷമിക്കുന്ന ചില ആളുകൾക്ക് ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാവുന്നതും ആണ്. ആദ്യം പറഞ്ഞ ബഹുമാനപ്പെട്ട കമാലുൽ റദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മൂലക്കുരുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഫത്വ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെയാണ്, മറ്റൊരു മദ്ഹബല്ല. പക്ഷേ ഷാഫി മദ്ഹബിൽ മുഅ്തമദായ വജ്ഹ അല്ല എന്നേ ഉള്ളൂ. ആട്ടെ, അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ജീവനുള്ള വുളു ചെയ്ത ഒരു മനുഷ്യന്റെ മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ സാധാരണമോ അസാധാരണമോ ആയ തടിയുള്ളതോ കാറ്റോ ആയ എന്തൊരു വസ്തു പുറപ്പെട്ടു എന്നുറപ്പായാലും അതുകൊണ്ട് വുളു മുറിയും എന്ന്. ഇനി ചുരുക്കി പറയാം, വിശദീകരണം പരമാവധി കുറച്ചിതൊക്കെ എപ്പോഴും അറിയുന്ന വിഷയമാണ്. സംശയമുള്ളവർക്ക് പിന്നീട് ചോദ്യോത്തരത്തിന്റെ സമയത്ത് ചോദിക്കാവുന്നതും ആണ് ഇൻഷാ അല്ലാഹ്. വസാനിഹ, വുളു മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും രണ്ടാമത്തെ കാര്യം സവാലു അഖ്ലിൻ, ബുദ്ധി നീങ്ങിപ്പോവുക. ബുദ്ധി എങ്ങനെ നീങ്ങുക? അതായത് സവാലു അഖ്ലിൻ എന്നാൽ തമ്മീസുൻ, സവാല് അഖൽ അല്ല, സവാലു തമ്മീസു അഖലിന്ന, അഖലിന്റെ തമ്മീസ് നീങ്ങാൻ. അതായത് ബുദ്ധി കൊണ്ടൊരു മനുഷ്യന് നല്ലതും ചീത്തയും വേണ്ടതും വേണ്ടാത്തതും ഖൈറും ശറും തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിയുന്നത് ഈ ബുദ്ധിയുടെ വകതിരിവ് എന്ന് പറയുന്ന തമ്മീസ് കൊണ്ടാ. ആ തമ്മീസ് നീങ്ങിപ്പോയാൽ ഒരു മനുഷ്യന് വകതിരിവ് നഷ്ടപ്പെടും. അങ്ങനെ വകതിരിവ് നഷ്ടപ്പെട്ടാൽ വുളു മുറിയും. അതിന് പല കാരണങ്ങളും ആവാം. ഏത് കാരണം കൊണ്ടാണോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോയത് അതുകൊണ്ടൊക്കെ വുളു മുറിയും. അതെന്തുകൊണ്ടാവാം? ചിലപ്പോൾ ബിസുക്കിരിൻ, ചിലപ്പോൾ ലഹരി ബാധിച്ചുകൊണ്ട്, മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ച് ഒരാൾക്ക് എന്തായി, മസ്തായി. അങ്ങനെ മസ്തായി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന അവസ്ഥയായാൽ പിന്നെ അവനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. കാരണം അവന് നല്ലതും ചീത്തയും വേർതിരിക്കാനും ഖൈറും ശറും മനസ്സിലാക്കാനുള്ള വിവേകം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിസ്കരിക്കാൻ പറ്റില്ല. പറഞ്ഞല്ലോ, നിങ്ങൾ മസ്ത് ബാധിച്ച് വകതിരിവ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിസ്കാരത്തിലേക്ക് സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന വകതിരിവ് എത്തിയിട്ട് നിസ്കരിക്കാവൂ എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അപ്പോ വകതിരിവ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ മസ്തു കൊണ്ടാകാം. ഖുർആൻ ആദ്യം മസ്തിനെ പറഞ്ഞ്, അതുകൊണ്ടായിരിക്കാം ആദ്യം സുക്ർ പറഞ്ഞ്. ഞൗജൂരിൻ, ചിലപ്പോൾ ഭ്രാന്ത് ബാധിച്ചുകൊണ്ടാവാം. ഭ്രാന്ത് ബാധിച്ചാലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. അപ്പോ വുളു എടുത്ത ഒരാള് അയാൾ നിസ്കരിക്കാൻ പുറപ്പെടുന്നു, അതിന്റെ ഇടക്ക് ബൈക്കുന്ന അയാൾക്ക് പെട്ടെന്ന് ഭ്രാന്ത് ബാധിച്ചു. അല്പം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് അയാൾക്ക് സുഖായും ചെയ്തു. എന്നാൽ രണ്ടാമത് വുളു എടുക്കണമെന്ന്. ആദ്യത്തെ വുളു ബാത്തിലാണ്.
ഔ ഇഗ്മാഇൻ, ഇനി മറ്റൊന്ന് ബോധക്ഷയം വന്നു. മയക്കുമരുന്ന് കുത്തിച്ചിട്ട് ബോധക്ഷയം വന്നാലും വേണ്ടില്ല, അല്ലാതെ രോഗം മൂലം ബോധക്ഷയം വന്നാലും വേണ്ടില്ല, ഒക്കെ. ഇതൊന്നും കുറെ അധികം സമയം വേണമെന്നില്ല. ഈ ബോധക്ഷയത്തിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പ്രഷർ അങ്ങനെ ഉണ്ടല്ലോ, ഹൈപ്രഷറിന്റെ രോഗമുള്ള ചില ആളുകൾക്ക് ഇരിക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് തിരിയുക ഒക്കെ ചെയ്യുമ്പോണ്ട് പെട്ടെന്ന് ഒരു സെക്കൻഡ് സമയം ബോധക്കെടുക. അതെങ്ങനെ മനസ്സിലാക്കുക? പെട്ടെന്ന് കണ്ണിനൊരു ഇരുട്ടടപ്പും ചെവിടിനൊരടപ്പും അനുഭവപ്പെടുന്നുണ്ടാവും. ചെവിട്ടിന് എന്തോ ഒരു അടപ്പ് പോലെ, അതുപോലെ തന്നെ കണ്ണൊന്ന് ഇരുട്ടടച്ചതുപോലെ സെക്കൻഡ് കൊണ്ട് തീർന്നും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ബോധക്ഷയം. അപ്പൊ അയാള് കയ്യും കാലും കുഴഞ്ഞ് വീണിട്ടൊന്നുമില്ല, കാരണം ഒരു സെക്കൻഡ് സമയം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാവും. ഒരു ഞെട്ടൽ പോലെ, പെട്ടെന്ന് കണ്ണടഞ്ഞു തുറന്നതുപോലെ, ചെവി കേൾക്കാതായി രണ്ടാമത് തുറന്നതുപോലെ സെക്കൻഡ് കൊണ്ട് മാറും ചെയ്തു. പക്ഷെ വുദൂ മുറിയതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സമയം നീണ്ടുന്നോളന്നില്ല എന്നർത്ഥം. ഇനി ഔനോമിൻ, ഉറക്കം കൊണ്ടും ആവാം. ഉറക്കം കൊണ്ടും പകലിരിവ് നഷ്ടപ്പെടുമല്ലോ. നമ്മളൊന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, നടക്കുന്ന സംഗതികളൊന്നും അറിയുന്നില്ല. അപ്പോ ലഹരി കൊണ്ട്, ഭ്രാന്ത് കൊണ്ട്, ബോധക്ഷയം കൊണ്ട്, ഉറക്കം കൊണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട്, എന്തെങ്കിലും കാര്യം കൊണ്ട് ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോയാൽ അതുകൊണ്ട് വുദൂ മുറിയും. ഇപ്പൊ ഉറങ്ങിയില്ലേ എന്നതല്ല വിഷയം. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയോ നീങ്ങിയില്ലേതാ. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നത് കാര്യങ്ങൾ പലതുകൊണ്ടും ആവാം, വ്യത്യസ്ത രീതിയിലും ആവാം. ഉറക്കത്തിന്റെ ഉറങ്ങണവന്റെ വിളിച്ചുകൊണ്ട, അതുകൊണ്ടാണ് ലാസ്റ്റ് പറയുന്നത്. അവനും വകതിരിവില്ലെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ ഉണരും, അപ്പൊ അവന് വകതിരിവ് തിരിച്ചു കിട്ടും. എന്നാൽ തന്നെ വുദൂ മുറിയുമെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞൊക്കെ അതിനെക്കാട്ടിൽ ഗൗരവ. ഏത് ലഹരി ബാധിച്ച് മസ്തായവൻ ആ മസ്ത് നീങ്ങുന്നതുവരെ വിളിച്ചുകൊണ്ട് ഉണരൂല. മയക്കുമരുന്ന് കൊടുത്തവൻ ആ മയക്കുമരുന്നിന്റെ എഫക്ട് തീരുന്നത് വരെ വിളിച്ചിട്ടുണരൂല. ഭ്രാന്തവൻ തന്നെ അള്ളാഹുതആല ശിഫയാക്കിയെങ്കിൽ അല്ലാതെ ബോധം വരൂല. ബോധക്കോടും അങ്ങനെ തന്നെ. അതേസമയത്ത് ഉറക്കാണ് ആ വിഷയത്തിൽ ഏറ്റവും ലഘുവായത്. സംഗതി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വിളിച്ചാൽ ഉണരാനുള്ള സാഹചര്യമുണ്ട്. അതിന് തന്നെ വുദൂ മുറിയെങ്കിൽ അറ്റുകൊണ്ടൊക്കെ വുദൂ വകതിരിവ് നീങ്ങുന്നുള്ള കാരണം കൊണ്ട്. എന്താ ഇതിന്റെ കാരണം? തെളിവിൽ ഖബരി സ്വഹീഹി, വകതിരിവ് നീങ്ങിയാൽ വുദൂ മുറിയും എന്നതിന് ഹദീസ്, സഹിയായ ഹദീസ് ഉണ്ട്. എന്താണെന്ത്? ഫമൻ നാമ ഫൽയതവല്ലൽ എന്ന് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ അല്പഭാഗമാണത്. മനസ്സിലായില്ലേ? ഹദീസ് മുഴുവനായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. ഫമൻ നാമ ഫൽയതവല്ലൽ, അത്രയിപ്പത്തെ നമുക്ക് ഇവിടെ തെളിവിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു മാത്രം. എന്നാൽ ഇന്നമൽ ഐനാനി വികാഹുസഹി എന്നാ തുടങ്ങുന്നത്. കണ്ണ് എന്നത് പിന്ദ്വാരത്തിന്റെ അടപ്പ് പോലെയാണ്. അതായത് സാധാരണ തൂൽപാത്രം വെള്ളമോ മറ്റു വസ്തുക്കളോ നിറച്ചാൽ അത് കെട്ടിവെക്കും എന്നതുപോലെ വയറ്റിലുള്ള വസ്തുക്കൾ, വായു ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുറത്തു പോരുന്നതിനുള്ള ഒരു തടസ്സം പോലെയാണ് ഏത്? കണ്ണ്. അഥവാ ഉണർന്നിരിക്കുമ്പോൾ പിന്ദ്വാരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും അവന്റെ കയ്യിലുണ്ടാവും. അപ്പൊ കണ്ണടഞ്ഞ ഒരു മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫമൻ നാമ ഫല്യതവല്ലൽ. അപ്പൊ അതിന്റെ തുടക്ക് എന്താണ്? ഇന്നമൽ ഐനാനി വികാഉസ്സഹി, പിന്ദ്വാരത്തിന്റെ കെട്ട്, അത് അടപ്പ് പോലെയാണ് രണ്ട് കണ്ണ്. അതുകൊണ്ട് നിയന്ത്രണം അവിടെയാണ് എന്നർത്ഥം. ഉള്ളിലുള്ള പുറത്തു പോരാതെക്കാനുള്ള നിയന്ത്രണമാണല്ലോ ഈ വിക്കാവ്. വിക്കാവ് എന്ന് പറഞ്ഞാൽ തോൽപാത്രത്തിന്റെ വായി കെട്ടുന്നതിനാണ് സാധാരണ വിക്കാവ് എന്ന് പറയാം. ആട്ടെ, അതുകൊണ്ട് ഫമൻ നാമ, ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ ഫല്യതവല്ലൽ, അവൻ വുദൂ ചെയ്തു കൊള്ളട്ടെ എന്ന്. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും ലഘുവാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന വിഷയത്തിൽ ഉറക്ക്. ആ ഉറക്കുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ തന്നെ വുദൂ ചെയ്യണമെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ ബോധക്ഷയം, ഭ്രാന്ത്, ലഹരിബാധ തുടങ്ങിയത് കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ എന്തായാലും വുദൂ മുറിയല്ലോ. കാരണം എന്താ? അതൊന്നും വിളിച്ചാൽ വരെ ഉണരൂല. അതേ സമയത്ത് ഉറക്ക് വിളിച്ചാൽ ഉണരൂല. എന്നാൽ തന്നെ മുറിയെങ്കിൽ മറ്റെന്തായാലും മുറിയൂന്ന് അർത്ഥം. ഇനി
ഉറക്കം കൊണ്ടോ മറ്റ് കാരണങ്ങളെ കൊണ്ടോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നാണല്ലോ പറഞ്ഞത്. വഹറദ ബിസവാലിൽ അഖ്ലി, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് പുറപ്പെടും അന്നുആസു, ഉറക്കം, തൂങ്ങിയ ഉറക്കം. ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഉറക്കം ഇങ്ങനെ തൂങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഉളൂ മുറിയില്ല. ഇപ്പൊ സുബഹിസ്കരിക്കുമ്പോ ഒക്കെ ചില ആളുകൾക്കൊക്കെ വരുന്ന ഒരു തകരാറാണ് ഉറക്കം ഇങ്ങനെ തൂങ്ങുക, അതുകൊണ്ട് ഉളൂ മുറിയില്ല. അതെങ്ങനെ തിരിയാതാ? ഉറക്കാണോ അല്ല ഉറക്കം തൂങ്ങലാണോ എന്ന് തിരിയുന്നത്? ഉറങ്ങാന്ന് പറഞ്ഞാൽ സമീപത്ത് നടക്കുന്ന സംസാരങ്ങൾ കേൾക്കാത്ത ഒരവസ്ഥ വരും ഉറങ്ങിയ. അതേ സമയത്ത് നുആസ്, ഉറക്കം തൂങ്ങാന്നുള്ള അവസ്ഥയിൽ പരിസരത്ത് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാനാവും, വ്യക്തമായി മനസ്സിലായിക്കൊള്ളണം എന്നില്ല. എന്തോ ഒരു ഒച്ചമ്പിളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്താ പറയണമെന്ന് തിരിയുന്നില്ല, എന്നാൽ അതിന് നുആസ് ഇതാ പറയാം, ശരിക്കുള്ള ഉറക്കായിട്ടില്ല, ഉറക്കം തൂങ്ങണുള്ളൂ. അല്ല ഒന്നും കേൾക്കാത്ത അവസ്ഥ എന്നാൽ നോമ്പായി. അതുപോലെ തന്നെ അവായിലു നശ്വത്തു സുക്രി, സുക്രല്ല സക്രിന്റെ അഥവാ മസ്തായിന്റെ അവസ്ഥ, ആ അവസ്ഥയുടെ ചെരുക്കലിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഈ ലഹരി പദാർത്ഥങ്ങള് അതുപോലെ തന്നെ മയക്ക് വസ്തുക്കളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ പ്രവേശിക്കുമ്പോ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ഒരു ചൊരുക്കൽ എന്നാ പറയാ. അതായത് മസ്തിന്റെ ആദ്യഘട്ടം. അപ്പം വകതിരിവ് നീങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അപ്പൊ ഒന്നും മുറിയില്ല. ഫലാനക്കുള്ള ഭീമ, അപ്പം ഉറക്കം തൂങ്ങല് കൊണ്ടിട്ട് ഒന്നും മുറിയില്ല. അതുപോലെ തന്നെ ലഹരി ബാധയുടെ തുടക്കത്തിലുള്ള ആ ചൊരുക്കൽ കൊണ്ടും ഉദു മുറിയുകയില്ല. ഏതുപോലെ കമാ ഇദാ ശക്ക, ഒരാൾ സംശയിച്ച ഉദു മുറിയാത്തതുപോലെ. എന്താ സംശയിച്ചത്? ഹൽ നാമ, ഞാനിപ്പോ ഉറങ്ങിയത് തന്നെയോ, ഔ നാസ, അതല്ല ഉറക്കം തൂങ്ങിയിട്ടേ ഉള്ളോ എന്നൊരു സംശയം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദു അല്ല മുറിയണമെങ്കിൽ മുൻദ്വാരത്തിനോ ബിന്ദ്വാരത്തിനോ വല്ലതും പുറപ്പെട്ടെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ വകതിരിവ് നീങ്ങി എന്ന് ഉറപ്പ് വരണം. അപ്പൊ ഉറക്കം തൂങ്ങിയ വകതിരിവ് നീങ്ങിയിട്ടില്ല എന്നും പറഞ്ഞ് ഉറങ്ങിയ വകതിരിവ് നീങ്ങും എന്നും പറഞ്ഞു. ഇപ്പൊ ഒരാൾക്ക് സംശയം, ഞാൻ ഇപ്പൊ ശരിക്കും ഉറങ്ങിപ്പോയോ അതല്ല തൂങ്ങിയിട്ടോ ഉള്ളോ എന്ന് സംശയിച്ചാലോ? അങ്ങനെ സംശയിച്ചാൽ അതുകൊണ്ട് ഉദു മുറിയില്ല. കാരണം എന്താ? ഉദു എടുത്തു എന്നുള്ള ഉറപ്പാണല്ലോ. അതെ, പിന്നെ ഉദു മുറിഞ്ഞെന്ന് ഉറപ്പായിട്ടില്ല, സംശയമുള്ളൂ. ഉറങ്ങിയാ മുറിയും, തൂങ്ങിയാ മുറിയില്ല. അപ്പൊ ഉറങ്ങിയിട്ടുള്ളോ അതല്ല ഉറങ്ങിയിടോ തൂങ്ങിയിട്ടുള്ളോ എന്ന് സംശയമായാൽ ഉദു മുറിഞ്ഞു എന്ന് ഉറപ്പായിട്ടില്ല. ഉദു എടുത്തു എന്ന് ഉറപ്പാണല്ലോ. ഉദു എടുത്തു എന്ന ഉറപ്പ് നീങ്ങണമെങ്കിൽ ഉദു മുറിഞ്ഞു എന്ന് ഉറപ്പ് വരണം. അപ്പോ യഥാർത്ഥത്തിൽ ഉറങ്ങിയോ അല്ല ഉറക്കം തൂങ്ങിയോ എന്ന സംശയമുള്ള സാഹചര്യത്തിൽ ഉദു ഉണ്ട് എന്ന ഉറപ്പ് നിന്നാൽ മതി. ഉദു മുറിഞ്ഞു എന്ന് ഉറപ്പാകാത്തോടത്തോളം കാലം ഉദു മുറിഞ്ഞിട്ടില്ല. ഇനി പറയാം, ഒന്നിന്നലാമത്തിൻ നുആസി, ഉറക്കം തൂങ്ങിയിട്ടേ ഉള്ളൂ എന്ന് അറിയുന്ന തൂക്കാണ്, യഥാർത്ഥ ഉറക്കല്ല എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സമാഉ കലാമിൽ ഹാദിരീന, സമീപത്തുള്ള ആളുകളുടെ സംസാരത്തിന്റെ ശബ്ദം കേൾക്കുക. വൈലം യഫ്ഹമു, മനസ്സിലാവുന്നൊന്നുമില്ല, പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നൊന്നുമില്ല, എന്നാലും സമീപത്തും സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, എന്നാൽ ശരിയായ ഉറക്കായിട്ടില്ല, ഉറക്കം തൂക്കേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ സംശയിച്ചോടത്ത് വേർതിരിക്കാനുള്ള അടയാളം പറഞ്ഞു മാത്രം. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, ആ നീങ്ങിയെന്ന് ഉറപ്പാകുക. ഒരു സെക്കൻഡ് സമയമാണെങ്കിലും അതുകൊണ്ട് ഉദു മുറി. എന്നാൽ ഉറക്കം കൊണ്ട് ഉൾപ്പെടെ മുറിയല്ലോ. എന്നാൽ ലാ സവാലുഹു, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ ഉദു മുറിയുകയില്ല. എന്തുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക? ബിനോമിൻ, ഉറക്കം കൊണ്ട് തന്നെ. അപ്പൊ നേരത്തെ പറഞ്ഞതോ അതൊരു പ്രത്യേക തരം ഉറക്കപ്പഞ്ഞ് പറയുന്നത്. എങ്ങനത്തെ ഉറക്ക്? ബിനൗമി ഖായിദിൻ, അങ്ങനെ ബിനൗമി ഖായിദിൻ, ഇരിക്കുന്നൊരു മനുഷ്യൻ ഉറങ്ങൽ കൊണ്ട്. ഇരിക്കുന്നൊരു മനുഷ്യൻ ഉറങ്ങാം. എങ്ങനെ ഇരിക്കുന്നു? മുമക്കിനിൻ മഖ്അദഹു, അവന്റെ മഖ്അദിനെ നന്നായി ഉറപ്പിച്ചിരുന്നു. എന്താ മഖ്അദ് എന്ന് പറഞ്ഞ സാധാരണ അർത്ഥം വെക്കുമ്പോ ഇരിപ്പിടം എന്ന് പറഞ്ഞു തരും ഉസ്താദന്മാര്.
എന്നിട്ട് ഈ കേൾക്കുന്ന കുട്ടിയേക്ക് എന്താ ഇപ്പൊ ഈ ഇരിപ്പിടം എന്ന് പറയുന്നത്? ഇരിക്കുന്ന കുഷ്യന്നോ, അല്ലെങ്കിൽ കസേലാന്നോ, അതല്ലെങ്കിൽ ബെഞ്ചെന്നോ? എന്താ ഇപ്പൊ ഈ പറഞ്ഞ? അങ്ങനെയൊന്നുമല്ല. അതായത് അല്യൈഹി, രണ്ട് പ്രശ്നം. ഞങ്ങളെ കീശേരി ഭാഷയെ പറഞ്ഞ ചന്തി, മനസ്സിലായില്ലേ? അതിനാണ് മക്കാത് പറഞ്ഞത്. ശുദ്ധഭാഷ പറഞ്ഞിട്ട് കാര്യം തിരിയാതെ ആയി പോകരുത്, മനസ്സിലായില്ലേ? പറയുന്നത് കേൾക്കണമെന്ന് ചെയ്യണല്ലോ. അപ്പൊ മക്കാത് മുമക്കിനായിട്ട് ഇരുന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചന്തി ഉറപ്പിച്ച് ഇരിക്കുകയാണ്. എവിടെ മക്കരിഹി, അത് എവിടെയാണോ ഉറച്ചിക്കുന്ന സ്ഥലം അവിടെ. കസേലയിലാണെങ്കിൽ ആ കസേലയിൽ, അതല്ല സോഫ സെറ്റിലാണെങ്കിൽ അതില്, ബെഞ്ചുമ്മലോ കട്ടിലുമ്മലോ ഒക്കെ ആണെങ്കിൽ അതിന്മേൽ. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്ത് ചന്തി നല്ലോണം ഉറപ്പിച്ച് ഇരുന്നുറങ്ങുന്നോ എന്റെ ഉറക്കുകൊണ്ട് ഉദു മുറിയില്ല. എന്താ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തുടക്കം അങ്ങനെയാണ്. അൽ ഐനാനി വികാഉ സഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ടാണ് ഫമന്നാമാ ഫല്യതവല്ലഹി എന്ന് പറയുന്നത്. പിന്ദ്വാരത്തിന്റെ നിയന്ത്രണം ഉണർന്നിരിക്കുന്ന കണ്ണുകളിലാണ്. കണ്ണുറങ്ങിപ്പോയാൽ പിന്ദ്വാരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. അതുകൊണ്ട് വുദു ചെയ്യണം നാം. അതിൽ വല്ലതും അപ്പൊ ഇനി ഒരാൾ സംശയിക്കണ്ട, ഈ ഉറങ്ങിയോലൊക്കെ ബിന്ദുവാരത്ത് നിന്ന് ഇങ്ങനെ കാറ്റടിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിൽ നിന്ന് പുറപ്പെടാൻ സാധ്യത നിലനിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ആ സാധ്യത തന്നെ മതി. നിയന്ത്രണം പോയ സ്ഥിതിക്ക് പിന്നെ നമ്മുടെ നിയന്ത്രണത്തിന് വന്ന് അത് ശുദ്ധി ഉണ്ട് എന്ന് ബോധ്യം വേണമെങ്കിൽ രണ്ടാമത് കൊടുക്കണം. അപ്പൊ ഈ പിന്ദ്വാരം നിയന്ത്രണം പോയി എന്നതാണല്ലോ ഇവിടെ കാരണം പറഞ്ഞത്. എങ്കിൽ പിന്ദ്വാരത്തിന്റെ നിയന്ത്രണം പോകാത്ത വിധം നന്നായി ഇരിക്കുന്ന സ്ഥലത്ത് ചന്തി ഉറപ്പിച്ചു വെച്ച് ഇരുന്നാണ് ഉറങ്ങിയാലോ അവന്റെ പിന്ദ്വാരത്തിന്റെ നിയന്ത്രണം ഇപ്പോഴും അവന്റെ കൈവശം ഉണ്ട് എന്നായി. അതുകൊണ്ട് തോന്നിയില്ലാന്ന് തന്നെ. ആ ഇരുത്തം നിസ്തരത അവൻ ചാരി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ലിമ ഒരു വസ്തുവല്ലേ, എങ്ങനത്തെ വസ്തുവാണ്? ലൗസാല, ആ വസ്തു എങ്ങാനും അവിടുന്ന് നീങ്ങിപ്പോയാൽ അവൻ വീണു. ആ നിലക്ക് ഒരു വസ്തുവിലേക്ക്, ഉദാഹരണം ബേക്കറി ഒരു സാധനം എന്തോ കൊണ്ടുവന്ന് വെച്ചു നല്ല ഭാരമുള്ള, അയിമക്ക് ഇങ്ങനെ ചാരിയിട്ട് ശരിക്ക് ഉറപ്പിച്ചിരുന്നു. ഇരുത്തം ചന്തി നിലത്താണ് ഉറച്ചിരുന്നു. പക്ഷെ അവൻ ഈ ചാരി ഇങ്ങനെ ഇരിക്കുക. ഒരാൾ മെല്ലെ പോയിട്ട് ആ ചാരിയ സാധനം അവിടെ നിന്ന് നീക്കാൻ അവിടെ വിടൂ. ആ നിലക്ക് അയിമക്ക് ചാരി ഇരിക്കുകയാണ്. എന്നാലും ഒന്നും കൂടിയില്ല. കാരണം ഇരുത്തം നിലത്ത് ഇവൻ ഇരിക്കുന്ന സ്ഥലത്ത് അവന്റെ ചന്തി ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടിയില്ല. ചാരിയ പ്രശ്നമില്ല. ഇനി അതല്ലെങ്കിൽ അവ്യക്തത മുട്ടുകെട്ടിയിരിക്കുകയാണ്. മുട്ടുകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെയൊക്കെ കാണാ ഒരു ബെൽറ്റ് ഉണ്ടാവും. കാലിങ്ങനെ പൊന്തിച്ചു വെച്ചിട്ട് ചെരുപ്പടിക്കാര് നിലത്ത് ഇങ്ങനെ ചവിട്ടി വെച്ച് കാൽമുട്ടുകൾ ഉയർത്തി വെച്ച് ഈ കാൽമുട്ടിന്റെ ബാക്ക് കൂടെ അങ്ങനെ ഇട്ടിട്ട് പുറത്തു കൂടെ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ ഇടുക. അതിന്റെ തലപ്പാവ് കൊണ്ട് കെട്ടിയാലും വേണ്ടിയില്ല, കൈയോട് പിടിച്ചാലും വേണ്ടിയില്ല. മുട്ടുകെട്ടിയിരുന്നു. മുട്ടുകെട്ടിയിരുന്നാലും ശരി നിരകാരം മുട്ടുകെട്ടിയിരിക്കുമ്പോൾ ഈ ഇരിപ്പിടത്തിൽ നിന്ന് ചന്തി അകലാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഇരുത്തത്തിലും ഇരിപ്പിടത്തിൽ നിന്ന് ചന്തി അകലാതെ ഉറപ്പിച്ചിരുന്നൊക്കെയാണെങ്കിൽ അതുകൊണ്ട് ഉതുമുറിയിലാണ്. പക്ഷെ ഇതവിടെ പറഞ്ഞ മുട്ടുകെട്ടിയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും? ഈ ഉറപ്പിച്ചിരിക്കാതിരുന്നാൽ കിഴിവായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരുത്താണെങ്കിൽ പറ്റൂല. പക്ഷെ ഇരിപ്പിടം നന്നായി ഉറപ്പിച്ച് ചന്തി ഉറപ്പിച്ച് ഇരുന്ന് ആള് മുട്ടുകെട്ടിയില്ലെങ്കിലും ഇരിപ്പിടത്തിൽ ചന്തി ഉറപ്പിച്ചെന്നെ ഇരുന്നത് എങ്കിൽ ചാരി ഇരുന്നാലും കുഴപ്പമില്ല, മുട്ടുകെട്ടിയിരുന്നാലും കുഴപ്പമില്ല, ഉതുമുറിയില്ല. പക്ഷെ അതിനൊരു നിബന്ധന അതാ. എവിടെ? ഇങ്ങനെ ചാരി ഇരിക്കുകയാണെങ്കിലും മുട്ടുകെട്ടിയിരിക്കുകയാണെങ്കിലും അല്ലാതിരിക്കുകയാണെങ്കിലും വലൈസ ബൈന മഖഅദിഹി വ മഖലിഹി, അവൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെയും അവന്റെ ചന്തിയുടെയും ഇടയിൽ ഉണ്ടാകരുത് തജാഫിന്, അകലുണ്ടാകരുത്. എന്നാൽ അതിനോട് ശരിക്കും ഇങ്ങനെ പറ്റി നിൽക്കണം എന്നർത്ഥം. അടഞ്ഞു നിൽക്കണതേ. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് അകൽച്ച ഇല്ലാതെയാണെങ്കിൽ ചാരി ഇരുന്നാലും കുഴപ്പമില്ല, മുട്ടുകെട്ടിയിരുന്നാലും കുഴപ്പമില്ല. ശരിക്ക് ഇരിപ്പിടത്തിൽ
ചന്തി ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങിയവന്റെ വുദൂ മുറിയുകയില്ല എന്ന്. അതിപ്പോ ഈ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഖിയാസ് മാത്രമല്ല, സഹീഹ് ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് കിതാബുകളിൽ കാണാം, സ്വഹാബത്ത് ചില ദിവസങ്ങൾ ഇശാവിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കും. അങ്ങനെ ഇരുന്നവർ ആ ഇരുന്ന ഇരുത്തത്തിൽ ഉറങ്ങിയിട്ട് ചിലർ കൂർക്കം വലിക്കുന്നുണ്ടാവും, ചിലരുടെ തല ഇങ്ങനെ കീപ്പോട്ട് താന്നു വന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇഖാമത്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വുദൂ ചെയ്യാതെ തന്നെ നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ ശരിക്ക് ഇരുന്ന് ഉറച്ച് ഇരുന്ന് കൊണ്ടുള്ള ഉറക്കമാണ്, അതുകൊണ്ടാണ് വുദൂ മുറിയാത്തത് എന്നർത്ഥം. ഇനി വയന്തഖ്ലു വുദൂഉ മുമക്കിനിൻ, നേരത്തെ പറഞ്ഞതുപോലെ ഇരിപ്പിടത്തിൽ നന്നായി ഉറപ്പിച്ചിരുന്ന ആളുടെ വുദൂ തന്നെ മുറിയും. ഇരിക്കും അങ്ങനെ ഇരുന്നതിന്. പക്ഷെ ഇന്ദഭാവൻ ഉണർന്ന് ബാദ സവാലി അലിയത്തിഹി, അവന്റെ ചന്തി നീങ്ങിയതിന് ശേഷമാണ് അമ്മഖർരിഹി, അവന്റെ ഇരിപ്പിടത്തിൽ നിന്നും. ഇരിക്കുമ്പോഴും ഉറങ്ങാൻ തുടങ്ങുമ്പോഴൊക്കെ ശരിക്ക് ഇരിപ്പിടത്തിൽ പ്രശ്നം ഉറപ്പിച്ചിരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഉറങ്ങിയിരുന്നത്. പക്ഷേ ഉണർന്നു നോക്കുമ്പോൾ അവിടുന്ന് നീങ്ങിപ്പോയിടും. അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നീങ്ങിയൊക്കെ ആയിട്ട് ഉണർന്നു നോക്കുമ്പോൾ അവൻ അങ്ങനെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലല്ല മാറ്റുകയും ചെയ്തു. അപ്പൊ തുടങ്ങും അങ്ങനെ പോരാ, ഉണരുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നർത്ഥം. ഇനി ലാ വുദൂഉ ശാക്കിൻ, സംശയിച്ച ഒരാളുടെ വുദൂ മുറിയില്ല. എന്താ സംശയിച്ചത്? ഹൽക്കാന മുമക്കിനൻ ഔലാ, അവൻ ഇരുന്നൊന്ന് ഉറങ്ങിയെന്നുള്ള ഉറപ്പ്, അത് ശരിക്ക് ഇരിപ്പിടത്തിൽ ചന്തി ഉറപ്പിച്ചിരുന്നു കൊണ്ടാണോ അല്ലേ എന്ന് ചെറിയൊരു സംശയം. എന്നാ മുറിയില്ല. എന്തുകൊണ്ട്? വുദൂ എടുത്തിടുന്നുള്ള ഉറപ്പാണല്ലോ. വുദൂ മുറിയണമെങ്കിൽ എന്ത് വേണം? ഒരു പക്ഷേ വുദൂ മുറിയണമെങ്കിൽ ഈ ഇരിപ്പിടത്തിൽ നിന്ന് ചന്തി നീങ്ങിയ നിരക്ക് ഉണരണം. ഇത് അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇരുന്നും ഉറങ്ങി നോക്കി ഉറപ്പാണ്. പക്ഷേ മിക്കവാറും ധാരണ ഉറപ്പിച്ചിരുന്നു തന്നെയാണെന്ന്, അല്ലേന്ന് ചെറിയ സംശയമുള്ളൂ. അപ്പൊ വുദൂ എടുത്തു എന്നുള്ള ഉറപ്പ് സംശയം കൊണ്ട് മുറിയില്ല എന്നുള്ള ന്യായം അവിടെയും പറയാം. അതല്ലെങ്കിൽ ഹൽ സാലത്ത് അല്ലുത്തുഹു, ഇരുമ്പ് ഉറപ്പാണ്, ശരിക്ക് ഇരിപ്പിടത്തിൽ ഉറപ്പിച്ചിരുന്നു തന്നെയാണ് ഉറങ്ങിയൊക്കെ. പക്ഷേ പിന്നെ ഇപ്പോ ആ ഇരിപ്പിടത്തിൽ നിന്നിട്ട് നീങ്ങി ചെയ്തു. ഈ നീങ്ങിയത് ഖബലൽ യഖ്ളത്തി, ഉറങ്ങുന്നതിന് മുമ്പ് നീങ്ങിയണോ ഔബാദ, അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം ഉണർന്നതിന് ശേഷമാണോ നീങ്ങിയത് എന്ന് സംശയം വന്നാലും വുദൂ മുറിയില്ല. അപ്പൊ കേവല സംശയം ഇവിടെ ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി സ്വപ്നം കണ്ടു എന്ന് ഒരാൾക്ക് ഉറപ്പാവുന്നു. സ്വപ്നം കണ്ടു എന്നുള്ള ഉറപ്പ് മാതമി തലക്കുരിനോവിൻ, ഉറങ്ങി എന്നുള്ള ഓർമ്മയില്ല. ഉറങ്ങിയതായിട്ട് തോന്നില്ല, വെറുതെ ഇങ്ങനെ കുത്തിരിക്കുക. അതിന്റെ അടുത്ത് നല്ല ചൊറുക്കുള്ള ഒരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്നിട്ട് സമനിലയിലേക്ക് വന്നപ്പോ പിന്നെ സംശയം, അല്ല ഇപ്പൊ ഞാൻ ഒരു സ്വപ്നം കണ്ടല്ലോ, ആ കണ്ട് ഞാൻ ഇപ്പൊ ഉറങ്ങിയോ ഇല്ലേ, ഉറങ്ങിയതായിട്ട് തോന്നില്ലല്ലോ. അപ്പൊ ഉണർച്ചയിലും ചില സ്വപ്നങ്ങൾ, അത് സ്വപ്നം എന്നല്ല, ഒരു ജാതി അങ്ങനെ ഉണ്ടല്ലോ മനോനില, ഹദീസ് നഫ്സ് എന്നാണ് അതിന് പറയാ. അത് മനോവിചാരങ്ങളിൽ പെട്ടതാവാം. പല ആളുകളും ഇങ്ങനെ ദിവാസ്വപ്നം എന്നാണ് പറയാ. ഉണർന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജാതി അന്തം കമ്മിത്തരത്തിൽ ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഇടയ്ക്ക് പലതും ഇങ്ങനെ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു തരം പേക്കിനാവുന്നല്ല. പേക്കിനാവ് അതല്ല, ഉറക്കത്ത് തന്നെ കാണുന്ന തെറ്റായ ശരിയല്ലാത്ത സ്വപ്നം, ഇതല്ല. ദിവാസ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഉണർച്ചയിൽ കാണുന്ന സ്വപ്നം, അതിന്റെ നമ്മളെ കലാം സാറൊക്കെ കുട്ടികളോട് പറയലില്ലേ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ അറിയുമോ, നിങ്ങൾക്ക് സ്വപ്നം കാണണം എന്ന് പറഞ്ഞാൽ ഉറക്കത്ത് കാണണമെന്നല്ല, പലതും ആഗ്രഹിക്കണം. ഞാൻ അങ്ങനെയാണോ, വലിയ പൈലറ്റാണോ, എഞ്ചിനീയർ ആണോ, ശാസ്ത്രജ്ഞനാണോ, ഡോക്ടറാണോ, ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ വേണം. ഒരാൾ ഉറക്കത്ത് കാണണം എന്നുള്ള അർത്ഥത്തിനല്ല. അത് ചിലപ്പോൾ ആൾരൂപം പൂണ്ട് കൊണ്ടുവരും. അപ്പൊ സ്വപ്നാണെന്ന് ഉറപ്പായി. പക്ഷെ ഉറങ്ങിക്കൊള്ളുന്നില്ല. ഉറങ്ങിയെന്ന് ഓർമ്മയില്ലാതെ സ്വപ്നം കണ്ടു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രം ഒരാളുടെ വുദൂ മുറിയില്ല. ലാ അസറഹു, അതിനൊരു ഇതുമില്ല. ഏത് ഉറങ്ങി എന്നുള്ള തോന്നലില്ല. എന്നാൽ സ്വപ്നം കണ്ടെന്ന് ഉറപ്പാണ്. എന്നാൽ അത്
അതുകൊണ്ട് വുദൂ മുറിയില്ല. ആ കാരണം ഹദീസ് ജുസ്സായിരിക്കും എന്നർത്ഥം. അതേസമയത്ത് ബിഖിലാഫിഹി സ്വപ്നം കണ്ടു എന്ന് ഉറപ്പാണ് ഇതിനെതിര് മഅശക്കിഫി ഉറങ്ങിയോന്ന് സംശയമുണ്ട്. സ്വപ്നം കണ്ടിന് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഉറങ്ങിയില്ലെന്ന് സംശയം, എന്നാ പിന്നെ ഒന്ന് മുറിയും. കാരണം എന്താ, സ്വപ്നം സാധാരണഗതിയിൽ ഉറക്കത്തിലാണല്ലോ ഉണ്ടാല്. ഇപ്പൊ ഉറങ്ങി ഉറപ്പില്ലെങ്കിൽ പോലും ഉറങ്ങി എന്ന ശക്കുള്ളത് ആ ശക്കിനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന സാധ്യത ശക്തിപ്പെടുത്തും. അതുകൊണ്ട് വുദൂ മുറിയൂന്ന്. കാരണം ഈ പറയുന്ന ഈ ഇഹ്തിമാലി, അതായത് സ്വപ്നം കാണുക എന്നത് ഈ ഉറക്കി എന്നതിലുള്ള ശക്ക് മുറജ്ജിഹത്തുൻ ലിഅഹദി തർഫൈഹി സ്വപ്നം കാണല്. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഈ ശക്കിന്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഉറങ്ങിയോ ഉറങ്ങിയത്, അതാ രണ്ട് തർഫ് പറയുന്നത്. ഉറങ്ങിയോന്നും ഉറങ്ങിയിട്ടില്ലാതും ഈ രണ്ട് ഭാഗമുള്ളതിൽ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ഉറങ്ങി എന്ന ഭാഗത്ത് മുൻതൂക്കം കൊടുക്കും. അപ്പൊ ഉറങ്ങിയൊന്ന് സംശയമാണ്, സ്വപ്നം കണ്ടെന്ന് ഉറപ്പുവാണെങ്കിൽ ഉറങ്ങി എന്നതിനാണ് മുൻഗണന കിട്ടുക. അപ്പൊ വുദൂ മുറിയൂന്ന്. ഞാനിപ്പോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്കി രണ്ട് കാര്യങ്ങളൂടി ഉണ്ട്. അത് നാളെ പറഞ്ഞാ പോരെ. ആരൂരിന്ന് KK കല്ലാച്ചി ഉസ്താദാണ്. ആരൂരിന്റെ പ്രശ്നം തീർന്നിട്ടില്ലേ? അതോ ആരൂര് ഉണ്ടായില്ല തുടക്കത്തില് കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ ആള് സ്ഥലത്തുണ്ട്. പക്ഷെ കല്ലാച്ചി ഉസ്താദാണ് അടിക്കുന്നത്. ആദ്യം തുടക്കത്തില് ഉണ്ടായിരുന്നു ആരൂർ രാജ്യം ഉണ്ടായിന്. ബാക്കിയുള്ളത് ഇനി ആക്കി രണ്ടെണ്ണല്ലേ, ഇനി നാളെ ഓതാ അല്ലേ? ഓതി തീർത്ത് നമുക്ക് സിലബസ് പൂർത്തിയാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാനൊന്നും ഇല്ലല്ലോ. കുറച്ചങ്ങനെ ഓതുക, ബാക്കി കുറച്ചങ്ങനെ സംശയം ചോദിച്ചും ആയൊക്കെ അങ്ങനെ പോവുകയും ചെയ്യാലോ ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ചു നേരം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ലാസ്റ്റ് കുറെ ആള് വരും. അവർക്ക് പലപ്പോഴും സംശയം ചോദിക്കാൻ സന്ദർഭം കുറയും. അങ്ങനെ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് സമയം വരെ അസർ ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തല. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവര് വേഗം മുന്നോട്ട് വന്നോളി. ആരെയും നിരാശപ്പെടുത്താൻ പാടില്ല എന്നതാണ് സത്യം. പക്ഷേ അസർ ബാങ്ക് വിളിച്ചാൽ പിന്നെയും തുടരുന്നത് ശരിയല്ലല്ലോ എന്ന നിലക്കാണ്. മനസ്സിലായില്ല? അതെ, ഒരു നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴേ അവിടെ പ്രശ്നം. നമ്മളെ നിസ്കാരത്തിന്റെ സമയമാണതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഓല് നിസ്കരിച്ച് ചാടിയിട്ടുണ്ടാവും. നമ്മൾ വരെ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ കീശീരിയൊക്കെ ചായം കുടിച്ചിട്ട് ഇങ്ങനെ റാഹത്തായി കുത്തിരിക്കുന്ന സമയമായിരിക്കും. ഞമ്മക്ക് അതിനൊന്നും ആയിട്ടുമില്ലല്ലോ. ഏതായാലും ആട്ടെ, ഇനി ബാക്കിയുള്ള സമയം നമുക്ക് എന്തെങ്കിലും ഫലപ്രദമായ വിഷയങ്ങളൊക്കെ സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. അല്ലാഹു തആല നാഫിയായ ഇൽമു തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞ ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമ്മുടെയൊക്കെ കഴിഞ്ഞുപോയ ഉസ്താദന്മാരും മശായിഖന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും.